السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وجنوده وسائر الماضين والعاشقين والمحبين وأسلافهم وأخلافهم وجميع المؤمنين. بسم الله الرحمن الرحيم. وتعزروه وتوقروه. صدق الله العظيم. قال رسول الله صلى الله عليه وسلم: من أحب سنتي فقد أحبني ومن أحبني كان معي في الجنة. صدق رسول الله صلى الله عليه وسلم تسليما كثيرا. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, റബീഉന്നൂർ പുണ്യമാസത്തിൻ്റെ രണ്ടാമത്തെ ദിറാസ വിഷയം തഅലീമുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളെ ആദരിക്കുക, ബഹുമാനിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളോടുള്ള ബഹുമാനം സൂറത്തുൽ ഫത്ഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു: ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇർസാൽ ചെയ്യാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അയക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അയക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ പ്രബോധനം, അതുപോലെ പരിശുദ്ധ ഖുർആൻ ഇറക്കാൻ, പരിശുദ്ധ ഇസ്ലാം നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് പറഞ്ഞതിൻ്റെ ശേഷം 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം പറഞ്ഞത് ലിതുഅ്മിനു ബില്ലാഹി വ റസൂലിഹി, അല്ലാഹുവിനെ കൊണ്ടും അവൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളോടുള്ള വിശ്വാസം, ഈമാൻ. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഈമാനും ബില്ലാഹി വർ റസൂൽ. ഈമാനും ബില്ലാഹി വർ റസൂൽ, അതായത് ഈമാനും ബില്ലാഹിൻ്റെ കൂടെ ഈമാനും ബിർ റസൂൽ ഇല്ലെങ്കിൽ ഒരാൾ ഇസ്ലാമിൽ കടക്കുകയില്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ കടക്കണമെങ്കിൽ അവനക്ക് ഈമാനും ബില്ലാഹിയോടുകൂടെ ഈമാനും ബിർ റസൂൽ വേണം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾ എന്തെല്ലാം അല്ലാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് കൊണ്ടുവന്നു അതെല്ലാം തസ്ദീഖും, ആ വിശ്വാസം ഉറപ്പിക്കുകയും ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തസ്ദീഖ് ചെയ്യുമ്പോഴേ ഈമാൻ റസൂലുള്ളാഹി തങ്ങളോടുള്ള ഉണ്ടാവുകയുള്ളൂ. ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഷർഹുൽ അഖായിദിൽ അലമ തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു: തസ്ദീഖുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീമാ ഉലിമ മജീഉഹു മിൻ ഇൻദില്ലാഹി തആല ബിദ്ദറൂറ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലിൽ നിന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾ എന്തെല്ലാം പഠിപ്പിച്ചു അതെല്ലാം തസ്ദീഖ് ചെയ്യുക, അതെല്ലാം വിശ്വസിക്കുക. അപ്പോഴാണ് ഈമാൻ ഉണ്ടാകുക. അപ്പോൾ ഒന്നാമത്തെ വിഷയം ഈമാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വാസമില്ലെങ്കിൽ, അള്ളാഹുവിനെ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള ഈമാൻ, അതായത് ഈമാൻ ഇല്ലെങ്കിൽ ഇന്ന അഅ്തദ്ന സഈറ, പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ പറഞ്ഞു. അവർ മുഅ്മിനാവുകയില്ല, അവർക്ക് സാക്ഷ്യതമായിരിക്കുന്ന നരകമുണ്ടാകും എന്ന് പരിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടത് ഈമാൻ. രണ്ടാമത്തെ വിഷയം വതുഅസ്സിറൂഹു വതുവഖിറൂഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളെ ആദരിക്കുക, ബഹുമാനിക്കുക. മൂന്നാമതായി പറഞ്ഞത് വതുസബ്ബിഹൂഹു ബുക്റതൻ വഅസീല, രാവിലെയും വൈകുന്നേരം അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധിയെ വാഴ്ത്തണം, അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഇബാദത്ത് എടുക്കണം. അതായത് ആദ്യം ഈമാന്, അവസാനം അല്ലാഹുവിലേക്ക് ഇബാദത്ത് എടുക്കണം. 5 വഖ്ത് നിസ്കാരമായാലും മറ്റു ഇബാദത്തുകളായാലും അവസാനം അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. മധ്യത്തിൽ പറഞ്ഞത് തഅലീമുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളോടുള്ള ബഹുമാനമാണ്. വതുഅസ്സിറൂഹു വതുവഖിറൂഹു, ഇൽമു പഠിക്കൽ നിർബന്ധമാണ് എന്ന് പരിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഇൽമു പഠിക്കൽ നിർബന്ധം എന്ന് പറയുമ്പോൾ ആ ഇൽമു എങ്ങനെല്ലാം പഠിപ്പിക്കണം, എങ്ങനെല്ലാം പഠിക്കണം, അത് ഓരോ ശൈലിയിലും
ശറഇന് വിപരീതമില്ലാത്ത വിധത്തിൽ ഒരുപാട് മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇൽമു പഠിക്കണം. അത് ഇന്ന് നടപ്പിൽ നമുക്കെല്ലാവർക്കും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇൽമു പഠിക്കാനുള്ള മാർഗങ്ങൾ പലതും സ്വീകരിക്കപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിക്കുക, ബഹുമാനിക്കുക എന്ന് പറയുന്നത് ബഹുമാനം പല വിധത്തിലും കുല്ലുമാ അദ്ഖല ഫിൽ അദബി വൽ ഇജ്ലാലി കാന ഹസന. ബഹുമാനപ്പെട്ട ഖാത്തിമത്തുൽ മുഹഖ്ഖീൻ അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ ജൗഹറുൽ മുനവ്വം എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഫതഅലീമു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിജമീഇ അൻവാഇ തഅലീം അല്ലതി ലൈസ ഫിഹാ മുശാറകത്തുല്ലാഹി തആല ഫിൽ ഉലൂഹിയത്തി അംറുൻ മുസ്തഹസനുൻ ഇൻദമൻ നവ്വറ അല്ലാഹു അബ്സാറഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങളെ ആദരിക്കുക, ബഹുമാനിക്കുക. പല വിധത്തിലും ആദരിക്കണം, പല വിധത്തിലും ബഹുമാനിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കേണ്ട വ്യത്യസ്തമായ തഅലീമിൻ്റെ ബഹുമാനത്തിൻ്റെ ഇനങ്ങളെ കൊണ്ട് ഉലൂഹിയത്തിൽ ശിർക്ക് വരാത്ത വിധത്തിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ശിർക്ക് വരാത്ത വിധത്തിൽ ഇമാം ബൂസൂരി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങളെ യഹൂദികൾ മൂസാ നബി അലൈഹിസ്സലാമിനെ വിശ്വസിച്ച് ഈസാ നബി അലൈഹിസ്സലാം നിസ്സാരപ്പെടുത്തിയ, നസ്രാനികൾ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ വിശ്വസിച്ച് മൂസാ നബിയെ നിസ്സാരപ്പെടുത്തിയ ആ വിധത്തിൽ നമ്മളാകാനും പാടില്ല. ലാ നുഫർറിഖു ബൈന അഹദി മിർ റുസുലിഹി, എല്ലാ പ്രവാചകന്മാരെയും വിശ്വസിക്കണം. അതോടുകൂടെ അംബിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാമിനെ ബഹുമാനിക്കണം, ആദരിക്കണം. എന്നാൽ ഇബാദത്ത് അംബിയാക്കൾക്കില്ല. അംബിയാക്കളെ അള്ളാഹുവിൻ്റെ ശരീക്കാക്കാൻ പാടില്ല. അത് സൂക്ഷിക്കലോടുകൂടെ ഏതെല്ലാം നിലക്ക് ബഹുമാനിക്കാൻ കഴിയും, ആദരിക്കാൻ കഴിയും, ആ വിധത്തിലൊക്കെ ബഹുമാനിക്കണം, ആദരിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ ശിർക്ക് എന്ന് പറയുന്നത് അംബിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച തൗഹീദിന് വിപരീതമുള്ള ശിർക്ക്. ആ ശിർക്ക് ചെയ്യാൻ പാടില്ല. അല്ലാതെ ഇന്ന് ബഹുമാനം എന്നതിനിക്കും ഇബാദത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ബഹുമാനിക്കുന്നവരെ ശിർക്ക് ചെയ്യുമെന്ന് പറയുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ എതിരാളികളുണ്ട്. ഒരുപാട് ജഹാലത്തിൻ്റെയും സഫാഹത്തിൻ്റെയും ജഹിൽ മുറക്കബിൻ്റെയും പല വിധത്തിൽ വിവരക്കേട് കൊണ്ട്, അതുപോലെ മത്സരബുദ്ധി കൊണ്ട് പല പുണ്യകർമ്മങ്ങളെയും ബഹുമാനത്തിനെയും ശിർക്ക് എന്ന് പറയുന്ന വിഭാഗമുണ്ട്. ആ ശിർക്കല്ല, അംബിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച തൗഹീദിന് വിപരീതമുള്ള ശിർക്ക്. ഇവിടെ അയിമ്മത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, ഹക്കിൻ്റെ അഹ്ലുകാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് തൗഹീദ്, ഇസ്ലാമി തൗഹീദ് എന്താണ്, അല്ലാതെ ശൈത്വാനി തൗഹീദല്ല. ശൈത്വാനി തൗഹീദ് ആദം നബി അലൈഹി ഇസ്ലാമിനെ നിസ്സാരപ്പെടുത്തുക, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഷറഫാക്കപ്പെട്ട നെറ്റിത്തടത്തിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം, ആ പ്രകാശം നിസ്സാരപ്പെടുത്തിയിട്ടുള്ള ആ വിധത്തിലുള്ള തൗഹീദല്ല, അത് ശൈത്വാൻ്റെ തൗഹീദാണ്. ഇസ്ലാമിൻ്റെ തൗഹീദ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് എടുക്കുക, അവനാണ് യഥാർത്ഥ സൃഷ്ടാവ്, യഥാർത്ഥ മഅബൂദ് അല്ലാഹുവാണ്, അല്ലാഹുവാണ് യഥാർത്ഥമായി എല്ലാം ഇവിടെ പ്രവർത്തിക്കുന്നവൻ, അല്ലാഹുവാണ് സൃഷ്ടാവ്, അല്ലാഹുവാണ് യഥാർത്ഥ കഴിവ് നൽകുന്നവൻ എന്നൊക്കെ ആ ഇലാഹിൻ്റെ എല്ലാ വിശ്വാസങ്ങൾ അല്ലാഹുവിന് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇലാഹിൻ്റെ എന്തെല്ലാം ഔസാഫുണ്ട് അതെല്ലാം അള്ളാഹുവിൻ്റെ മാത്രമാണ്, മഅബൂദുൻ ബിഹഖ് അള്ളാഹു മാത്രമാണ് എന്ന പരിപൂർണ വിശ്വാസത്തോടുകൂടി അള്ളാഹുവിനിക്ക് ഇബാദത്ത് എടുക്കുക. അതേ സ്ഥാനത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിക്കാൻ, ബഹുമാനിക്കാൻ പറഞ്ഞ വസ്തുക്കളെയും വ്യക്തികളെയും ആദരിക്കുക, ബഹുമാനിക്കുക. ആ ബഹുമാനം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ മെഹബൂബിങ്ങളായതുകൊണ്ടാണ് ഈ മഹത്തുക്കളെ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്. ആ മഹത്തുക്കളോട് ബന്ധമുള്ള പുണ്യവസ്തുക്കളെയും ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്, അത് അള്ളാഹുവിന് വേണ്ടിയാണ്. അത് ഇബാദത്തല്ല, അത് തഅലീമാണ്. ഇബാദത്ത് അള്ളാഹുവിൻ്റെ മാത്രമാണ്. അപ്പോൾ ഇബ്നു ഹജർ ഖാത്തിമത്തുൽ മുഹഖ്ഖീൻ റഹിമഹുല്ലാഹ് അവിടുത്തെ ജൗഹറുൽ മുനവ്വമിൽ പറഞ്ഞത് ബഹുമാനത്തിൻ്റെ ഏതെല്ലാം വിധത്തിൽ ബഹുമാനിക്കണം, ആദരിക്കണം, ആ വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് പറയുന്നത് ബസാറത്ത് അള്ളാഹു നൽകിയ ഏവരുടെ അടുക്കലും അത് പുണ്യകർമ്മമാണ്. ബസാറത്തുല്ല, ബസീറത്തുല്ല, കൺകാഴ്ചയുമില്ല,
അയിമത്ത് പഠിപ്പിച്ചത് കാണൂല്ല, യഥാർത്ഥ ബുദ്ധി വെളിവാക്കുമ്പോയില്ല. അതോടുകൂടി അഹങ്കാരിച്ചമില്ലാത്തവർ പലതും പറയും. അള്ളാഹു അത്തരത്തിലുള്ള ആളുകളെ, ഷർറുകളെ തൊട്ട് ലോക മുഅ്മിനീങ്ങളെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ബഹുമാനം എന്ന് പറയുന്നത് നമ്മളൊക്കെ നമ്മുടെ ശൈലിയിൽ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. എന്നാൽ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദരിച്ചിരുന്നത്, ബഹുമാനിച്ചിരുന്നത് തുല്യതയില്ലാത്ത വിധത്തിലാണ്. സ്വഹാബത്തിൻ്റെ ബഹുമാനം എത്രമാണ്! ബഹുമാനപ്പെട്ട സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദരിച്ചിരുന്നത്, ബഹുമാനിച്ചിരുന്നത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ കിതാബു ശുറൂത്തിലും മറ്റും ഒരുപാട് സ്ഥലത്ത് രേഖപ്പെടുത്തിയതായി കാണാം. ഉർവത്ത് ബിൻ മസ്ഊദിന്റെ അറിയപ്പെട്ട ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്ത് ബഹുമാനിക്കുന്ന ആ ശൈലി, ലഖദ് വഫത്തു അലാ കിസ്റ വഖൈസറ വന്നജാശി മാ യുഅദ്ദിമുഹു അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ യുഅദ്ദിമുഹു അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്, ആ ഒരു ശൈലി ഞാൻ ഒരു രാജാക്കന്മാരുടെ സദസ്സിലും ഒരു രാജാക്കന്മാരെയും അനുയായികൾ ബഹുമാനിക്കുന്നത് കണ്ടിട്ടില്ല എന്ന് ഉർവത്ത് ബിൻ മസ്ഊദ് എന്നവർ ഇസ്ലാം സ്വീകരിക്കുന്നതിൻ്റെ മുമ്പ് ശത്രുക്കളെ ഭാഗത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിൻ്റെ നീക്കങ്ങൾ അറിയാമെന്ന് ഉർവത്ത് ബിൻ മസ്ഊദ് തങ്ങൾ പറഞ്ഞത് ബുഖാരിയിൽ കാണാം. എന്നിട്ട് പറഞ്ഞു സ്വഹാബത്തിൻ്റെ ശൈലി എങ്ങനെ, വമാ യുഹിദ്ദൂന ഇലൈഹിൻ നദറ തഅളീമൻ ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്ത് കൂർപ്പിച്ച് നോക്കാറില്ല. വുളൂഇന്റെ വെള്ളം ബഹുമാനിച്ചത്, വഇദാ തവല്ലഅ ഖാദൂഹു അൻ യഖ്തതിലു അലാ വുളൂഇഹി വമാ തനഖമ നുഖാമത്തൻ ഇല്ലാ ബഖാ ഫീ കഫി റജുലിൻ മിൻഹും ഫദലക ബിഹാ വജ്ഹുഹു വജിൽദുഹു തുടങ്ങിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബഹുമാനം, അവിടത്തോട് ബന്ധമുള്ള പുണ്യവസ്തുക്കളോടുള്ള ബഹുമാനം സ്വഹാബത്ത് എത്രമാത്രം കാത്തു സൂക്ഷിച്ചിരുന്നു എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊരുത്തത്തിന് വേണ്ടി, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെളിവാക്കിക്കൊണ്ട് സ്വഹാബത്ത് ഏതെല്ലാം വിധത്തിൽ ആദരവും ബഹുമാനം വെളിവാക്കിയിട്ടുണ്ട്. നമ്മളൊക്കെ നമ്മളെ കൈവനുസരിച്ച് ലഡ്ഡുകൾ കൊടുക്കുന്നു, പായസം കൊടുക്കുന്നു, മീലാദുമായി സന്തോഷത്തിൽ എന്തെങ്കിലും ചെയ്യുന്നു. പക്ഷേ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്തിന് വേണ്ടി, തഅദീമിന് വേണ്ടി, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി അവർ ശരീരം മുഴുവനും സമർപ്പിക്കുകയാണ്. അവർ തലകൾ കൊടുത്തിട്ടും, ബദ്രിലും ഉഹദിലുമെല്ലാം തലകൾ കൊടുത്തിട്ടും ഇസ്ലാമിൻ്റെ നസ്റിന് വേണ്ടി, ഇസ്ലാമിൻ്റെ ശക്തിക്ക് വേണ്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹബത്തിന് വേണ്ടി അവർ വെളിവാക്കുകയാണ്. അപ്പം അതുകൊണ്ട് സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചത് തുല്യത ഇല്ലാത്ത ബഹുമാനങ്ങളാണ്. നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല. ജീവിതത്തിൻ്റെ സകല മേഖലകളിലും സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് പരിശുദ്ധ ഖുർആൻ ആദം ഈമാന്, അവസാനം ഇബാദത്ത്, മധ്യത്തിൽ പറഞ്ഞത് തഅലീമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു തർത്തീബാണ്! തഅലീമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാതെ ഈമാന് വേണ്ടതുപോലെ ഫായിദ ഇല്ല. അതേ സ്ഥാനത്ത് തഅലീമുൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനമില്ലാതെ ഇബാദത്ത് സ്വീകാര്യമല്ല. ഇബാദത്ത് സ്വീകരിക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം കാത്തു സൂക്ഷിക്കണം. വിശ്വാസം ശരിയാകണം. അടിത്തറ തന്നെ ശരിയായിട്ടില്ലെങ്കിൽ, വിശ്വാസം പേച്ചുപോയാൽ ഒരു ഇബാദത്തും സ്വീകാര്യമല്ല. അല്ലാഹു അൻ യഖ്ബല അമല സ്വാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു. ബിദ്അത്തുകാർ അവിടെ പേച്ച വിശ്വാസങ്ങൾ ഉപേക്ഷിക്കുന്നത് വരെ അവരുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കുകയില്ല. മറ്റൊരു റിവായത്തിൽ ലാ സർഫും വലാ അദ്ലൻ വലാ ഹജ്ജം വലാ സൗമ, ഹജ്ജും നോമ്പും ഫർളും സുന്നത്തും ഒന്നും സ്വീകരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങൾ പഠിപ്പിച്ചത് ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു അവിടുത്തെ സുനൻ ഇബ്നു മാജിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനമാണ് മധ്യത്തിൽ പറഞ്ഞത്. ആദ്യം ഈമാൻ, അവസാനം ഇബാദത്ത്. എന്തൊരു തർത്തീബാണ്! ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി തംഹീദുൽ ഈമാൻ ബി ആയാത്തിൽ ഖുർആൻ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ അത് ആ തർത്തീബ്, ജമീലായ തർത്തീബ്, നല്ല ഒരു
തർത്തീബോടുകൂടി ആദ്യം ഈമാന്, അവസാനം ഇബാദത്ത്, മധ്യത്തിൽ തഅലീമു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞത് കാണാം. വെറും തഅലീമുണ്ട്, ഈമാനില്ലെങ്കിലോ അത് വേണ്ടതുപോലെ ഫായദയില്ല. എത്ര നസ്രാനികൾ, എത്ര യഹൂദികൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരെങ്കിലും നിസ്സാരപ്പെടുത്തിയാൽ അതിന് ശക്തമായിട്ട് എതിര് പറഞ്ഞവരുണ്ട്. അമുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ പലരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വം എഴുതിയവരുണ്ട്. ജോർജ് ബെർണാഡ് ഷാ ഇസ്ലാമിനെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചും മുമ്പ് എന്തെല്ലാം തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലും ആലാ ഹദറത്ത് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ ശിഷ്യന്മാരിൽ മുബല്ലിഗുൽ ഇസ്ലാം അബ്ദുൽ അലീം അസ്-സിദ്ദീഖി അൽ മീറഠി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളോട് കുറഞ്ഞ സെക്കൻഡുകൾ സംസാരിച്ചപ്പോൾ ഇസ്ലാമിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ജോർജ് ബെർണാഡ് ഷായുടെ നീങ്ങിയിട്ടുണ്ട്. അത് കാരണം ഇസ്ലാമിനെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചും ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അങ്ങനെ മഹത്വം പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധപ്പെട്ട ബഹുമാനം എല്ലാം കാത്തു സൂക്ഷിച്ചാൽ അതിൻ്റെ ഒരു ഫലമുണ്ടാകും. എന്നാൽ ഈമാൻ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ പരിപൂർണ്ണ ഫവായിദ് ഉണ്ടാവുകയില്ല. അതാണ് അബൂലഹബിനിക്ക് സംഭവിച്ചത്. അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നിലക്കല്ല, മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി അഖി സഹോദരപുത്രൻ ജനിച്ചു എന്ന് സന്തോഷം പ്രകടിപ്പിച്ചു. അത് കാരണം നരകത്തിൽ ശിക്ഷ കുറവാണ് എന്ന് ഫത്ഹുൽ ബാരിലും മദാരിജുൻ നുബുവ, ഹുസ്നുൽ മഖ്സദ് മിനൽ ഹാബിലിൽ ഫതാവ തുടങ്ങിയ ഗ്രന്ഥങ്ങളിലെല്ലാം ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഹാഫിദ് ഇസ്ലാം നാസിറുദ്ദീൻ ദിമഷ്ഖി റഹ്മത്തുള്ളാഹിയുടെ ബൈത്ത് രേഖപ്പെടുത്തതായി കാണാം. ഇദാ കാന ഹാദാ കാഫിറൻ ജാഅ ദംബുഹു വതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദാ രേഖപ്പെടുത്തതായി കാണാം. അപ്പോൾ ഏതായാലും അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിസ്സാരപ്പെടുത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂലഹബിനെതിരായിട്ട് ഒരു സൂറത്ത് തന്നെ ഇറക്കി. ആ അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾ ജനിച്ച സന്തോഷം പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ ഈമാനില്ല, എന്നാൽ അതിന് ചെറിയൊരു അംശം ആഖിറത്തിൽ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബന്ധപ്പെട്ട വിഷയം അങ്ങനെയാണ്, മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്രമാത്രം ആദരിക്കും, എത്രമാത്രം ബഹുമാനിക്കും, അത്ര വലിയൊരു വിജയത്തിലേക്ക് എത്തും. ആലാ ഹദറത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ഇഖാമത്തുൽ ഖിയാമത്തി അലാ ത്വാഇനിൽ ഖിയാമത്തി നബി തിഹാമ 1299 ഹിജ്റയിൽ എഴുതിയ ഒരു മഹത്തായ ഗ്രന്ഥം അല്ല ത്വാഇൻ നബവിയ ഫിൽ ഫതാവ റദ്വിയ 22 വാല്യങ്ങളിലുള്ള ആ ഫതാവ റദ്വിയുടെ 20-ാം വാല്യം 527-ാമത്തെ പേജ് മുതൽക്ക് ആ റിസാല തുടങ്ങുന്നു. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റള റഹ്മത്തുള്ളാഹി അലൈഹി ആ മഹത്തായ ഗ്രന്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനത്തിൽപ്പെട്ടതാണ് മൗലൂദിൻ്റെ മജ്ലിസുകളും മീലാദ് ശരീഫ് നടത്തലും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അയിമത്തിൻ്റെ പ്രവർത്തനങ്ങൾ മഹാനവറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുള്ള ബഹുമാനം നമ്മളെ അനുസരിച്ച്, നമ്മുടെ കഴിവനുസരിച്ച് ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിച്ചത് തുല്യതയില്ലാത്ത വിധത്തിലാണ്. ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശിഫാ ഷരീഫിൽ പറയുന്നു, വഅലം അന്ന ഹുർമത്തൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅദ മൗതിഹി വതൗഖീറഹു വതഅലീമുഹു ലാസിമുൻ കമാ കാന ഹാല ഹയാതിഹി. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യക്ഷമായ ഹയാത്ത് കാലവും അതിൻ്റെ ശേഷം ഈ ദുനിയാവിൽ നിന്ന് നീങ്ങിയ അതിൻ്റെ ശേഷമുള്ള ഹയാത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് നീങ്ങിയിട്ട് പ്രത്യക്ഷമായ ഹയാത്തിൽ നിന്ന് ശേഷമുള്ള ഹയാത്തിലേക്ക് നീങ്ങിയതിൻ്റെ ശേഷം എങ്ങനെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദരിക്കണം, ബഹുമാനിക്കണം, ഓരോന്നും വിശദമായി ഇബ്രാഹിം തുജീബി റഹിമഹുല്ലാഹിനെ തൊട്ടും അതുപോലെ ഖലീഫ അബു മൻസൂർ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുമയുടെ ഇടയിൽ മാലിക് ഇമാമിൻ്റെയും അതുപോലെ ബഗ്ദാദിലെ രാജാവ് അബു മൻസൂർ എന്നിവരുടെയും ഇടയിൽ നടന്ന സംഭാഷണം എല്ലാം വിശദീകരിച്ചുകൊണ്ട് ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അശ്ശിഫാ ബി തഅരീഫി ഹുഖൂഖിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ വിശദമായി പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിക്കണം, ബഹുമാനിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിക്കുക, ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് പലരും എന്തുണ്ടെങ്കിലും ചോദിക്കും,
അത് സ്വഹാബത്തിന്റെ കാലത്തുണ്ടായിട്ടുണ്ടോ? ആ ബഹുമാനത്തിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്ലഖൻ നിർവാധികം പറഞ്ഞു, വതുഅസ്സിറൂഹു വതുവഖിറൂഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കണം, ബഹുമാനിക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഫിഅല് ജായിസാണ് എന്ന് അറിയിക്കും, ഒരു ഫിഅല് ഇല്ല എന്നത് മൻഇന്റെ മേൽ അറിയിക്കൂല, അത് പാടില്ല എന്നതിൻ്റെ മേൽ അറിയിക്കൂല എന്ന് മഹാന്മാരൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖസ്തലാനി ഇമാം റഹിമഹുല്ലാഹ് മവാഹിബുൽ ദുനിയയിലും അതുപോലെ മറ്റു മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ ബഹുമാനം എന്ന വിഷയത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കുക എന്ന വിഷയത്തിൽ ഏതെങ്കിലും ഒരു മഹാന് എന്തെങ്കിലും ചെയ്താൽ അതിനെ ആരും എതിർക്കൽ മുമ്പ് പതിവില്ല. അതേ സ്ഥാനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കുന്നുണ്ടോ അത് പ്രശംസിച്ചുകൊണ്ട് ശേഷമുള്ള മഹത്തുക്കൾ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചതാണ്. സർവ്വ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. മുൻഗാമിയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. എത്രയോ സംഭവങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മദ്ഖലിലും ഖാദിയാദ് റഹ്മത്തുള്ളാഹി അവിടുത്തെ ശിഫയിലും രേഖപ്പെടുത്തിയതായി കാണാം. ഒരു ബഹുമാനത്തിൻ്റെ ഒരു പ്രവർത്തനം വെളിവായാൽ അത് മുമ്പ് അങ്ങനെ സംഭവം അതേ സംഭവം നടന്നിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കൂല. ഇത് ബഹുമാനമാണോ? വതുഅസ്സിറൂഹു വതുവഖിറൂഹു പരിശുദ്ധ ഖുർആൻ നിർബാധികം പറഞ്ഞതാണ്. ആ ബഹുമാനത്തിനെ പ്രശംസിച്ചുകൊണ്ടാണ് ശേഷമുള്ള വ്യക്തിത്വങ്ങളൊക്കെ പറഞ്ഞത്. മഹ്മൂദ് ഗസ്നബി ആശിഖുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്മൂദ് ഗസ്നബി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി ഒന്നുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുണ്യ പേര് പറയാറില്ല. നീണ്ട ചരിത്രം അല്ലാമ ഇസ്മായിൽ ഹിഖി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ റൂഹിൽ ബയാനിൽ രേഖപ്പെടുത്തിയതായി കാണാം. അവിടെ ആരും മുമ്പുള്ളവരാരും ഒന്നുമില്ലാതെ പേരെടുത്തിട്ടില്ലേ എന്നൊക്കെ ആരും ചോദിക്കാറില്ല. ബഹുമാനപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനം കൊണ്ട് പേര് പറയാറില്ല ഒന്നുമില്ലാതെ. അത് വലിയൊരു ബഹുമാനമായി ബഹുമാനപ്പെട്ട പ്രശംസിച്ചു കൊണ്ടിട്ടാണ് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹുവിന്റെ ഹദീസ് ദർസ് അതിനെ സംബന്ധിച്ച് ഹദീസ് ദർസ് നടത്തുമ്പോൾ ബഹുമാനപ്പെട്ടവർ വലിയ സുഗന്ധമെല്ലാം ഉപയോഗിച്ച് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിനെ ബഹുമാനിക്കുന്നത് വളരെ വിശദമായി ഖാദിയാദ് റഹ്മത്തുള്ളാഹി ശിഫ 2-ാം ഖിസ്മ് 3-ാം ബാബ് 2-ാം വാല്യം 38-39 പറഞ്ഞത് കാണാം. ബഹുമാനപ്പെട്ട അവസാനം പറഞ്ഞു, മാലിക് ഇമാമിനോട് ചോദിക്കപ്പെട്ടപ്പോൾ എന്താണ് നിങ്ങൾ ഇങ്ങനെ ഹദീസിന്റെ ദർസ് നടത്തുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഉഹിബ്ബു അൻ ഉഅല്ലിമ ഹദീസ റസൂലില്ലാഹി സ്വല്ലല്ലാഹു തആല അലൈഹി വസല്ലമ വലാ ഉഹദ്ദിസു ബിഹി ഇല്ലാ അലാ ത്വഹാറത്തിൻ മുതമക്കിനാ. ഞാൻ ഇഷ്ടപ്പെടുന്നത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറാ തങ്ങളെ ഹദീസിനെ ബഹുമാനിക്കണം, ശുദ്ധിയോടുകൂടെ അല്ലാതെ അവിടുത്തെ ഹദീസ് പറയരുത് എന്നാണ്. അപ്പോഴാണ് പരിപൂർണമായ സുക്കൂനും വഖാറുള്ള ആ വിധത്തിലല്ലാതെ ഞാൻ ഹദീസ് പറയൂല എന്ന് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു. അത് പ്രശംസിച്ചു കൊണ്ടിട്ടാണ് ഖാദിയാദ് റഹിമഹുല്ലാഹ് പോലത്തെ മഹാന്മാർ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഹദീസ് പറയുമ്പോൾ ഇത്ര ബഹുമാനം, ഇത്ര ആദരവ് സ്വഹാബത്ത് ചെയ്തിരുന്നോ എന്ന് ആരും ചോദിക്കൂല. സ്വഹാബത്തിലേക്ക് അതിനേക്കാൾ വലിയ വലിയ പ്രവർത്തനങ്ങളുണ്ട്. ആ യുദ്ധവേളയിലും മറ്റെല്ലാം പ്രവർത്തനങ്ങൾ ഇഷ്കിന് വേണ്ടി, മഹബത്തിന് വേണ്ടി, ദീനിന്റെ നശ്ർ ഇശാഅത്തിന് വേണ്ടി ഖുർആൻ ഇറങ്ങുന്ന സമയമാണ്. ആ പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കാനും അതിനെല്ലാം ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത മഹാന്മാർ അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വ്യത്യസ്തമായ നിലയ്ക്ക് ബഹുമാനിച്ചവരാണ് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ഓരോ ഹദീസിന് ഉളൂഓടുകൂടെ വലിയ ബഹുമാനത്തോടുകൂടെ വലിയ വസ്ത്രവും തലീക്കെട്ടുമെല്ലാം ധരിച്ച് നല്ല സുഗന്ധം ഉപയോഗിച്ച് ബുഖൂറൊക്കെ പുകച്ച് എന്നിട്ടാണ് ഹദീസ് പറയുക. ഇത്ര ബഹുമാനപ്പെട്ടവർ നടത്തിയിരുന്നു. അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഹദീസ് പറയുമ്പോൾ തന്നെ സുബ്ഹാന ജല്ല ജലാലുഹു കുളിക്കും, എന്നിട്ടൊക്കെ ഹദീസ് ഇങ്ങനെ ഓതിക്കൊടുക്കും. അതുപോലെ മാലിക് ഇമാം റളിയല്ലാഹുവിനെ സംബന്ധിച്ച് കാണാം, കാന മാലികുൻ റളിയല്ലാഹു തആല അൻഹു ലാ യർകബു ബിൽ മദീനത്തി ദാബത്തൻ വകാന യഖൂലു അസ്തഹി മിനല്ലാഹി തആല അൻ അത തുർബതൻ ഫീഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തആല അലൈഹി വസല്ലം ബിഹാഫിരി ദാബ. ഖാദിയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ശിഫയിൽ തന്നെ പറയുന്നു, ഫസ്ലുൻ മിൻ തൗഖീരിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2-ാം വാല്യം 48-ാമത്തെ പേജിൽ പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം മാലിക് ഇമാം
മദീന മുനവ്വറയിൽ വാഹനത്തിൽ കയറാറില്ല. എന്നിട്ട് ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ജസദ് മുബാറക്കുള്ള ഈ പുണ്യ സ്ഥലത്ത് ഞാൻ വാഹനം കയറാൻ ഇഷ്ടപ്പെടൂല. വാഹനത്തിന്റെ അതാ കുതിര പുറത്ത് കയറിയിട്ട് അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത് കയറിയിട്ട് ആ ഒട്ടകത്തിൻ്റെയോ അല്ലെങ്കിൽ കുതിരപ്പുറത്തോ മറ്റോ കയറിക്കൊണ്ട് അതിൻ്റെ കാലുകൾ ചവിട്ടിപ്പിച്ച് നടക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുകയില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജസദ് മുബാറക്ക് മദീന മുനവ്വറയിൽ ഉണ്ട്. അത്ര ബഹുമാനിച്ച വ്യക്തിത്വമാണ് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു. എത്ര മഹാന്മാരുടെ ചരിത്രമാണ്. ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് ശിഫയിൽ പറയുന്നു, അബൂ അബ്ദുറഹ്മാൻ സുലമി റഹിമഹുല്ലാഹ് അഹ്മദ് ഇബ്നു ഫളലബൈഹി സാഹിദ് എന്ന് പറയുന്ന വ്യക്തിത്വത്തെ കുറിച്ച് റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറയുന്നു, മാ മസസ്തുൽ ഖൗസ ബിയദിൽ ഇല്ലാ അലാ തുഹാറത്തിൻ മുൻദു ബലഗനി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖദൽ ഖൗസ ബിയദി. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്പർശിച്ചു എന്ന് യുദ്ധവേളത്തിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തു, ആ വില്ലിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്പർശിച്ചു എന്ന് കേട്ട മുതൽക്ക്, ആ വിഷയം അറിഞ്ഞ മുതൽക്ക് ഉദുഓടുകൂടെ അല്ലാതെ ഞാൻ അത് സ്പർശിച്ചിട്ടില്ല. അത് ബഹുമാനമാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജി റഹ്മത്തുള്ളാഹി മദ്ഖലിലും ധാരാളം പറഞ്ഞത് കാണാം. എത്രയോ മഹത്തുക്കളുടെ ചരിത്രം. മക്കത്തുൽ മുക്കറമയിൽ 40 വർഷം താമസിച്ചിട്ട് പോലും ഹറം ഷരീഫിൽ മൂത്രമൊഴിച്ചിട്ടില്ല. മാത്രമല്ല അവിടെ ചെരിഞ്ഞു കിടന്നിട്ടുമില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് റഹ്മത്തുള്ളാഹി അൽ മദ്ഖൽ ഫസ്ലുൻ ഫീ ദിക്രി ബഅദ് മാ എന്ന ആ ഫസ്ലിൽ 4-ാം വാല്യം 253-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയതായി കാണാം. അങ്ങനെ ഒരുപാട് മഹത്തുക്കളുടെ സംഭവം. എത്ര ആളുകൾ മദീന മുനവ്വറയിലേക്ക് പ്രവേശിക്കാതെ റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിറ്റിയിൽ കടക്കൂല, മദീനയുടെ പുറത്ത് വെച്ചുകൊണ്ട് സിയാറത്ത് ചെയ്യും. കാരണം ബഹുമാനമാണ്. എൻ്റെ ഉള്ളിക്ക് വരാത്തത്, മദീനയുടെ ഉള്ളിക്ക് കടന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യനാട്ടിലേക്ക് ഞാൻ എങ്ങനെ കയറും, എനിക്കത്ര കഴിവില്ല എന്ന് പറഞ്ഞ് എത്രയോ സംഭവങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് റഹ്മത്തുള്ളാഹി മദ്ഖൽ ഫസ്ലുൻ ഫിൽ കലാമി അലാ സിയാറത്തി സയ്യിദിൽ അവ്വലീന വൽ ആഖിരീൻ 1-ാം വാല്യം 254-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയതായി കാണാം. സയ്യിദ് അബൂ മുഹമ്മദ് റഹിമഹുല്ലാഹ് മദീന മുനവ്വറയിൽ പ്രവേശിക്കും. എന്നിട്ട് മദീന മുനവ്വറയിൽ പ്രവേശിക്കും. എന്നിട്ട് പറയും, ഞാൻ മദീന മുനവ്വറയിൽ പള്ളിയിലുള്ളപ്പോൾ നിസ്കാരത്തിൽ വേണ്ടാതെ ഇരുന്നിട്ടില്ല. പള്ളിയിൽ നിസ്കാരത്തിന് വേണ്ടി മാത്രം അത്തഹിയാത്ത് ചെല്ലും മാത്രമേ ഇരിക്കുള്ളൂ, അല്ലാത്ത സമയത്ത് ഇരുന്നിട്ടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബഹുമാനമാണത്. ബഹുമാനപ്പെട്ട അലാ ഹദ്റത്ത് ഇമാം അഹ്മദ് റളാ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഇഖാബത്തുൽ ഖിയാമ മിനൽ ഫതാവ റദ്വിയ 20-ാം വാല്യം 562 മുതൽക്ക് 564 വരെ പേജുകളിലും രേഖപ്പെടുത്തിയതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള ബഹുമാനം. വമിൻ തഅലീമിഹി അമലുൽ മൗലിദി ഇസ്മായിൽ ഹഖി റഹിമഹുല്ലാഹ് തഫ്സീർ റൂഹുൽ ബയാൻ. വമിൻ തഅലീമിഹി അൽ ഫറഹു ബി ലൈലത്തി മൗലിദിഹി എന്ന് അദ്ദുറു സനിയ ഫി റദ്ദി അലൽ വഹാബിയ തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കുക, ബഹുമാനിക്കുക. കുല്ലുമാ അദ്ഖല ഫിൽ അദബി വൽ ഇജ്ലാൽ കാന ഹസന. എത്ര ബഹുമാനമുണ്ട്, എത്ര അദബുണ്ട്, അത്ര നല്ലതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുണ്യ പേര് കേൾക്കുമ്പോൾ ഒരുപാട് ആശിക്യങ്ങൾ തള്ളവിരൽമേ ചുംബിച്ചുകൊണ്ട് കണ്ണിലേക്ക് തടവാറുണ്ട്. പ്രത്യേകിച്ചും ബാങ്കിന്റെ സമയത്ത് മഹാന്മാർ പ്രത്യേകിച്ചും പഠിപ്പിച്ച ബാങ്കിൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കേൾക്കുമ്പോൾ തള്ളവിരൽ ചുംബിച്ചുകൊണ്ട് കണ്ണിലേക്ക് തടവുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനമാണത്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി മുനീറുൽ ഐനി ഫീ തഖ്ബീൽ ഇബ്ഹാമൈൻ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ വിശദമായി പറഞ്ഞു. ഹാഫിദ് സഖാവി തങ്ങളുടെ റഹിമഹുല്ലാഹ് മഖാസിദുൽ ഹസന, ഇസ്മായിൽ ഹഖി റഹിമഹുല്ലാഹിന്റെ തഫ്സീർ റൂഹുൽ ബയാൻ, അതുപോലെ ഇമാം നാസിരി റഹിമഹുല്ലാഹിന്റെ ഖസീനത്ത്, അതുപോലെ ബഹുമാനപ്പെട്ട ഒരുപാട് മഹാന്മാർ അബൂബക്കർ ദിമിയാത്തി റഹിമഹുല്ലാഹിന്റെ ഇയാനത്തു ത്വാലിബീൻ, ഹാഷിയത്തു ഷൻവാനി അലബിന് മുഖ്തസർ ജംറ ലിൽ ബുഖാരി, അതിലൊക്കെ അതായത് ജംഉൻ നിഹായിലും മറ്റൊക്കെ ധാരാളം അതുമായി ബന്ധപ്പെട്ട വിഷയം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശർഫാക്കപ്പെട്ട പേര് ബാങ്കിൽ കേൾക്കുമ്പോൾ തള്ളവിരൽ ചുംബിച്ചുകൊണ്ട് കണ്ണിലേക്ക് തടവുക. അത് ബഹുമാനമാണ്, ആദരവാണ്. അതിന്റെ കാരണം കൊണ്ട് ദുനിയാവിലും
ആഖിറത്തിലും ഒരുപാട് ഫവായിദുകൾ കരസ്ഥമാകുമെന്ന് മഹാന്മാരൊക്കെ ഒരുപാട് വിശദീകരിച്ച് പറഞ്ഞത് കാണാം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദരിക്കുക, ബഹുമാനിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദരവും ബഹുമാനവും പ്രകടിപ്പിച്ചു കൊണ്ടിട്ടാണ് പുണ്യ മജ്ലിസിൽ ഇരിക്കേണ്ടത്. മൗലൂദ് ഷരീഫിന്റെ മജ്ലിസുകൾ എത്രമാത്രം ബഹുമാനം. യാനത്തു ത്വാലിബീനിൽ അബൂബക്കർ ദിമിയാത്തി റഹിമഹുല്ലാഹ് പറയുന്നു, ജുനൈദ് ബഗ്ദാദി റഹിമഹുല്ലാഹ് പോലത്തെ മഹാന്മാരെ തൊട്ട് മൻ ഹളറ മജ്ലിസൽ മൗലിദി വഅല്ലമ ഖദ്റഹു ഫഖദ് ഫാസ ബിൽ ഈമാൻ. മൗലൂദ് ഷരീഫിന്റെ മജ്ലിസിൽ ആദരവും ബഹുമാനം. കാരണം ഒരാൾ വരുന്നു എന്ന് നമ്മൾ സന്തോഷിക്കുമ്പോൾ അദ്ദേഹം നമ്മളിൽ നിന്ന് സന്തോഷിക്കാൻ വേണ്ടി ഒരുപാട്, ചിലപ്പോൾ മനസ്സിലുണ്ടാവില്ല, ചിലപ്പോൾ അഭിനയങ്ങളായിരിക്കും, ആദരിച്ച് ബഹുമാനിച്ച് ഒരുപാട് സന്തോഷം പ്രകടിപ്പിക്കുന്നു. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണെന്നത് അദ്ദേഹത്തിന് അറിയില്ല. ചിലപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയും ചിലപ്പോൾ പ്രത്യക്ഷമായി ബഹുമാനവും ആദരവും ഉണ്ടാകും. ചിലപ്പോൾ ദീനിന് വേണ്ടിയായിരിക്കും. ഇന്നല്ലാഹ യുഅയ്യിദു ഹാദ ദീന ബിറജുലിൽ ഫാജിർ. ചിലപ്പോൾ ആ നിലയ്ക്ക് ഫാജിറ മനുഷ്യനോട് ദീനിന് ശക്തി കിട്ടിയാലോ എന്ന നിലയ്ക്ക് ചിലപ്പോൾ പ്രത്യക്ഷമായ ബഹുമാനങ്ങളും സന്തോഷങ്ങളൊക്കെ വെളിവാക്കും. പ്രത്യക്ഷമായ സന്തോഷങ്ങൾ വെളിവാക്കും. ആരെങ്കിലും വരുമ്പോൾ, ഏതെങ്കിലും ആളുകൾ സ്ഥാപനങ്ങളോ മറ്റോ സഹായിക്കുന്ന ആൾ വരുമ്പോൾ ഒരു പ്രത്യക്ഷമായ സന്തോഷം വെളിവാക്കാറുണ്ട്. എന്നാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ യഥാർത്ഥ അദ്ദേഹത്തിന് അറിയില്ല, ദുനിയവിയായ ആളുകൾക്ക് അറിയില്ല. എന്നാൽ മീലാദിൻ്റെ മജ്ലിസ്, മൗലൂദിൻ്റെ മജ്ലിസ്, റബീഉ ഉന്നൂറിൻ്റെ മജ്ലിസുകൾ, മഹ്ഫിലുകൾ, ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിറവ് ആദരിച്ച് ബഹുമാനിച്ചു കൊണ്ടിട്ടാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ള് അറിയും, അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. വയകൂന റസൂലു അലൈക്കും ഷഹീദ. അത് വിശദീകരിച്ചുകൊണ്ട് ഇസ്മായിൽ ഹഖീ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ റൂഹുൽ ബയാനിലൊക്കെ പറഞ്ഞത് കാണാം. ഫഹുവ യഅരിഫു ഹഖീഖത ഈമാനിഹിം വഹുവ യഅരിഫു ദുനൂബഹും. നമ്മുടെ ദോഷങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ അറിയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട്. വഹഖീഖത ഈമാനിഹിം വഅമാലിഹിം വഹസനാതിഹിം വസയ്യിആതിഹിം വഇഖ്ലാസിഹിം വനിഫാഖിഹിം. ഈമാന്റെ യഥാർത്ഥമെന്ത്, ഹസനാത്തെന്ത്, സയ്യാത്തെന്ത്, അതിൻ്റെയൊക്കെ യഥാർത്ഥമെന്ത്, ഇഖ്ലാസിന്റെ യഥാർത്ഥം, നിഫാഖിന്റെ യഥാർത്ഥം എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്നു. ജിസ്കെ ദിൽ മേ ക്യാ ഹേ സർക്കാർ ജാനത്തെ ഹേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാൻ അള്ളാഹു പവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അറിയുന്നുണ്ട്, അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട്. പ്രത്യേകിച്ചും സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു ആണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനിക്കാൻ പറഞ്ഞത്. തുഅസ്സിറുഹു വതുവഖിറുഹു. സാധാരണ രാജാക്കന്മാരെ ബഹുമാനിക്കേണ്ടത് എങ്ങനെ എന്ന് അവർ സ്വന്തം പറയും, അല്ലെങ്കിൽ പറയിപ്പിക്കും, അല്ലെങ്കിൽ അതിന് നിയമങ്ങൾ എഴുതി വെക്കും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം സൃഷ്ടാവായ റബ്ബാണ് പറയുന്നത്. പരിശുദ്ധ ഖുർആന്റെ വ്യത്യസ്തമായ ആയത്തുകളിൽ, സൂറത്തുൽ ഫത്ഹിന്റെ ഈ ആയത്തിലും അതുപോലെ സൂറത്തുൽ അഖ്ലാഖ്, അതായത് സൂറത്തുൽ ഹുജറാത്തിന്റെ തുടക്കത്തിലെ ആയത്തുകളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ആദരിക്കണം, ബഹുമാനിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം, ആദരവ് എപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം, അപ്പോഴേ നമ്മുടെ ഈമാൻ കാമിലാവുകയുള്ളൂ, അപ്പോഴേ നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കുകയുള്ളൂ. നിസ്കാരത്തിൽ പോലും അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് സലാം പറയുമ്പോൾ വളരെ ബഹുമാനത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിന്തിച്ചുകൊണ്ട് സലാം പറയുക. എന്നിട്ട് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, എല്ലാ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾക്ക് സലാം പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം വളരെ കൂടുതൽ സൂക്ഷിക്കേണ്ടതുണ്ട്. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വജുനൂദിഹി والماضيين والمحبين والعاشقين وأسلافهم وأخلافهم وجميع المؤمنين والمؤمنات والحمد لله رب العالمين. دعاء وصية السلام عليكم ورحمة الله وبركاته.